ഇത് സുമി ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ മന്തി മസാല. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഡ്രം. കണ്ടോ, ഈ ഡ്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഓയിലുകളൊക്കെ വരുന്ന അടുത്തെടുക്കുക ഇതിനെ വേണ്ടത് നമുക്ക്. നമസ്കാരം, സുമിയാണ്. കൂടെ അരുണേട്ടനുണ്ട്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുഴിമന്തി ഉണ്ടാക്കാൻ പോകാനാ. ഇത് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ, കുഴിമന്തി വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് കുഴിയിൽ കുഴിമന്തി എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ഹോട്ടലിൽ നിങ്ങൾ പല കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കുക്കറിൽ ഇതങ്ങനല്ല, നമ്മൾ നോർമൽ നാട്ടിൽ ഹോട്ടലിൽ കിട്ടുന്ന സെയിം കുഴിമന്തി നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. ഒരു പാർട്ടി വെക്കുമ്പോൾ, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കും. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് കുഴിമന്തി. സാധനങ്ങളും വളരെ കുറവാണ്, കുറഞ്ഞ സാധനങ്ങൾ മതി. ഒരുപാട് ഉള്ളി, ഒരുപാട് തക്കാളി ഒന്നും വേണ്ട, പാകത്തിനുള്ള മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴത്തെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കാണാൻ സിമ്പിൾ മെക്കാനിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് കുഴി കുഴിച്ചേക്കുന്നത്, എങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്, ഇങ്ങനെ മൊത്തം പരിപാടി ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിൽ ഒരു 3-4 പേരുണ്ട്. ഒരു കോമ്പൗണ്ടിലായിരുന്നു താമസിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശേഖരേട്ടൻ്റെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിമന്തി എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ആയി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നല്ല 2 ചിക്കൻ എടുക്കണം. 2-3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴി. അപ്പോൾ നിങ്ങൾക്ക് വലിയ പാർട്ടിയൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വീട്ടിലുള്ള അമ്മമാർക്കോ ചേച്ചിമാർക്കോ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുഴിമന്തി നമ്മൾ പഠിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടെ കിച്ചണിലേക്ക് വരും. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ റെഡിയാക്കി വെക്കാം. ചിക്കൻ റെഡിയാക്കിയിട്ടാണ് ബാക്കി പരിപാടികൾക്ക് വേണ്ടി നമ്മൾ പോകും. അപ്പോൾ നേരെ കിച്ചണിലേക്ക്. അപ്പോൾ നമ്മൾ ഇനോമയിൽ നിന്ന് നല്ല ഫ്രോസൺ ചിക്കൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ ഇത് ഫ്രോസൺ ചിക്കൻ. ഇങ്ങനത്തെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഫ്രോസൺ ചിക്കൻ വേണം. നമ്മുടെ നാടൻ കടയിൽ നിന്ന് വാങ്ങുന്ന സ്കിന്ന് കളഞ്ഞ ചിക്കനാണത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയിരിക്കണം. ഫ്രോസൺ അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഫ്രോസൺ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കടകളിലൊക്കെ ഫുൾ ചിക്കൻ കിട്ടും. ഫുൾ ചിക്കൻ സ്കിന്നോട് കൂടി തരാൻ പറ്റും. അപ്പോൾ സ്കിന്ന് കളയാതെ അവർ തൂവല് മാത്രം കളഞ്ഞിട്ട് ചിക്കൻ നമ്മൾ തരും. അപ്പോൾ നമുക്ക് കിട്ടിയ ചിക്കൻ നമുക്ക് പുറത്തെടുക്കാം. ഐസ് ഇത് ഫ്രീസറിൽ വെച്ചേക്കണം. നമ്മൾ ലിലോങ്ങയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേ കേട്ടോ. ഇങ്ങനെ നല്ല ഐസോട് കൂടിയ ചിക്കൻ. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനം. ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ഇത് പോകാൻ വേണ്ടി ഒരു വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, കഴുത്തും ബാക്ക് മുറിച്ച് വൃത്തിയാക്കിയ ഒരു കോഴി. ഇങ്ങനെ കിട്ടിയ കോഴി. ഇതിൻ്റെ നടു നമ്മളൊന്ന് മുറിക്കണം. ജസ്റ്റ് മുറിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. നടുവാകുമ്പോൾ മുറിക്കാൻ പോകും. അപ്പോൾ അതിന് കത്തി നല്ല മുറിച്ചിട്ടുണ്ടായിരിക്കണം. കത്തി നമ്മൾ മുറിച്ചേക്കാൻ ആ കത്തി മുറിച്ചേക്കാൻ 2 കത്തി മതി കേട്ടോ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആരും വേണ്ട. ഇതൊക്കെ തന്നെ പിടിച്ചാൽ നല്ല രീതിയിൽ മുറിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴിനെ ഇങ്ങനെ മലത്തി കിടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മുറിക്കുക. വളരെ സിമ്പിളായിട്ട്, വളരെ സ്മൂത്തായിട്ട്. എന്താ 2 പീസായി ഒരു പരിപാടി. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഈ ഇതുണ്ടല്ലോ ശ്വാസകോശമൊക്കെ അതൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം. എന്നിട്ട് നമ്മുടെ കോഴിനെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ കുറെ കുത്തു കൊടുക്കുക. അങ്ങനെ അതായത് നമ്മൾ ഉപ്പും ഈ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടി കുത്തു കൊടുത്താൽ. സ്കിന്ന് നിർബന്ധമാണ്. എല്ലാവരും പറഞ്ഞാൽ സ്കിന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറയും. സ്കിന്നില്ലെങ്കിൽ ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല, ആ ടേസ്റ്റും ഉണ്ടാവില്ല. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ ചിക്കൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 എണ്ണം കണ്ടു. 2 ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഹോളൊക്കെ ഇട്ട് ഇതിനുള്ള അത്യാവശ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ചിക്കൻ നോക്കണം. 1 കിലോ 1 kg ചിക്കനാണ് ഏറ്റവും നല്ലത് കേട്ടോ. 1 kg ചെറിയ ചെറിയ കോഴികളായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. 2 കോഴി. ഞങ്ങൾ 2 കോഴിയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളൊരു 5 പേരേ ഉള്ളൂ. അപ്പോൾ 2 കോഴിയുടെ മന്തി കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ 1.25 മന്തിന് ആവശ്യമുള്ളൂ. ഓരോ പീസാണ്. മന്തി വരുമ്പോൾ ഒരു പീസ് റൈസ് വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലൊരു പാത്രം എടുക്കുക. ഈ ചിക്കൻ എപ്പോഴും വെള്ളത്തിൻ്റെ മുങ്ങി കിടക്കണം. നല്ല ഉപ്പും ശരിക്കും പറഞ്ഞാൽ അത് അജിനോമോട്ടോ ചേർക്കും കേട്ടോ. ഹോട്ടലിലൊക്കെയാണ് നമ്മൾ അജിനോമോട്ടോ ചേർക്കുന്നത്. അജിനോമോട്ടോ വിഷമൊന്നുമല്ല കേട്ടോ. അജിനോമോട്ടോ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല. ഫുഡ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും, ടേസ്റ്റ് ആവും. എല്ലാ ടേസ്റ്റുകളെയും കുറച്ചുകൂടെ എടുപ്പിച്ച് ഒന്നുകൂടെ മുമ്പിലേക്ക് നിർത്തിക്കും. അതാണ് അജിനോമോട്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അജിനോമോട്ടോ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ അജിനോമോട്ടോൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളപ്പം ഉപ്പും വെള്ളവും കുറച്ച് കളറും, അതായത് റെഡ് കളർ നമ്മൾ ചേർക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന ചിക്കൻ്റെ കളർ കിട്ടുള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ ചിക്കൻ നല്ല ചുമന്നിരിക്കുന്നുണ്ടല്ലേ, അത്
എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്, ഫുഡ് കളർ ലേശം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല ചിക്കൻ വെളുത്തിരിക്കും, കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കാണുമ്പോൾ. അതുകൊണ്ട് നമുക്ക് എന്തായാലും കളർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഒരു പ്രശ്നമില്ല, നമ്മുടെ എല്ലാ ബേക്കറികളിലാണെങ്കിലും എല്ലാ സാധനത്തിലും ഫുഡ് കളർ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. ഇതൊന്നും ശരീരത്തിന് അത്ര ഹാനികരമായ സാധനമൊന്നുമല്ല. എല്ലാ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ ഭക്ഷണവും നമ്മൾ അമിതമായി കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുകയാണ്. ചെറിയ ചെരുവോ ബേസിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര ചിക്കനുണ്ട്, അപ്പോൾ നമുക്ക് ചെറിയ 2 ചിക്കനായതുകൊണ്ട് ഇത് മതി. ഇപ്പം 3-4 ചിക്കനുണ്ടെങ്കിൽ വലിയ പാത്രം വേണം. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ പോവുകയാണ്. ഉപ്പ് അത്യാവശ്യം മുമ്പിലേക്ക് നീട്ടോ, കുറച്ച് കൂടുതൽ ഉപ്പിട്ട ഒരു കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഉപ്പിടുക, എങ്കിലേ ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കുക. ഇതാണ് നമ്മുടെ ഫുഡ് കളർ. നമ്മൾ കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുകയാണ് കളർ കിട്ടാൻ വേണ്ടി, എങ്കിൽ മാത്രമാണ്. അപ്പോൾ വെള്ളം ഈ കളറായില്ലേ. അപ്പോൾ കുഴിമന്തിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ മസാലകളൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കളറിന് വേണ്ടി നമ്മൾ റെഡ് കളർ ആ വെള്ളത്തിൽ ചേർക്കും. അതിലേക്ക് നമ്മൾ ഈ ചിക്കനെ ഇറക്കി വെക്കുക. ഇങ്ങനെ മുങ്ങി കിടക്കണം. ചിക്കൻ എപ്പോഴും മുങ്ങി കിടക്കണം കേട്ടോ. ഇങ്ങനെ മുങ്ങി എപ്പോഴും വെള്ളത്തിനുള്ളിലായിരിക്കണം, എങ്കിൽ മാത്രമേ ഉപ്പും കളറൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ മുങ്ങി കിടക്കണം വെള്ളത്തിൽ. അപ്പോൾ നമ്മളടുത്ത് ചിലപ്പോൾ കുഴിമന്തീൻ്റെ മസാല ഇല്ലെങ്കിൽ നമുക്ക് കുഴിമന്തി മസാലയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഞാനത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഇതിലെന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇത് കറുവപ്പട്ട ഒരു 2 ടേബിൾ സ്പൂണ്, നല്ല ജീരകം ഒരു 2 ടേബിൾ സ്പൂണ്, ഏലക്ക 2 ടേബിൾ സ്പൂണ്, കുരുമുളക് 2 ടേബിൾ സ്പൂണ്, പിന്നെ ഗ്രാമ്പു എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഒരു 5 ബേ ലീഫ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇനി അത് കാണിച്ചു തരാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കൂട്ടി വെക്കാനേ പാടില്ല കേട്ടോ. ഇളം ചൂടിൽ അങ്ങനെ പതുക്കെ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ചൂടായി എടുക്കാൻ വരാൻ. അപ്പം അങ്ങനെ പതുക്കെ നമ്മൾ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് പൊടിച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മന്തി മസാല ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ കറുത്ത ഏലക്ക കിട്ടുമല്ലോ, ആ കറുത്ത ഏലക്ക നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് 2-3 കൂടി ചേർക്കാം. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ ഈ മന്തി മസാല ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പല കാര്യങ്ങൾ നമ്മൾ ഒട്ടുമിക്ക കുക്കിംഗ് റെസിപ്പി ആണെങ്കിലും നമ്മൾ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തി ചട്നി എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പുതിന എടുത്തിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി വിനെഗറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോവാണ്. കുറേ നേരമായി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂളിലൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതാ മന്തി ഉണ്ടാക്കാൻ വേണ്ട മസാലകളാണ് കാണിക്കാൻ പോകണം കേട്ടോ. നല്ല കുരുമുളക്, ഹോൾ കുരുമുളകാണ്, പൊടിക്കാത്ത കുരുമുളക്, ഒരു ബേ ലീഫ്, ഗ്രാമ്പു, ചെറിയ ജീരകം, വലിയ ജീരകം, തക്കോലം, ഏലക്കായ, ഉണക്കമുന്തിരി, ഉണക്ക നാരങ്ങ, പിന്നെ ഏലക്കായ, നമ്മുടെ മല്ലി, പൊടിക്കാത്ത മല്ലി. ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് വേണ്ട സ്പൈസ് ഐറ്റംസ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മാഗി ക്യൂബ് ആട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ മാഗി ക്യൂബ് കിട്ടിയത്. നമ്മുടെ നാട്ടിൽ നല്ല ബോക്സ് മാഗി ക്യൂബ് കിട്ടും, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, മാഗി ക്യൂബ്. പിന്നെ കുറച്ച് സവോള കുറച്ച് മതി. സവോള, ഒരു ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ നല്ല അരച്ച് വെച്ചിരുന്നത് ടൊമാറ്റോ പേസ്റ്റ്. അപ്പോൾ ഇത് സുമി ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. നമ്മുടെ മന്തി മസാല ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിയാണ്. നമ്മുടെ സ്വന്തം മസാലയാണ് മന്തി മസാല. നമുക്ക് മസാല കടയിൽ വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി മസാലയാണ്. അപ്പോൾ എന്തായാലും കുഴിമന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് മരുന്നേട്ടനാണ്. അതെ. പിന്നെ ഞങ്ങൾ കുഴിമന്തിൻ്റെ കുഴി എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഞങ്ങൾ പുറത്ത് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കുറച്ച് ഇരുട്ടായപ്പോൾ എന്താ ഞാൻ പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ട്. നമ്മൾ നമ്മുടെ മന്തിക്ക് എത്തിച്ചു ചെമ്പടിക്കുക, ചെമ്പല്ല ചെമ്പ്.
അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് സവോള വഴറ്റിയെടുക്കണം. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചാണ് ആദ്യം വഴറ്റിയെടുക്കുക. കാരണം അത് അടി ഒട്ടി പിടിക്കും. കാരണം ഞാൻ സവോള ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പോൾ അടിയിൽ ഒട്ടി പിടിക്കും. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവോള വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് വേണ്ട ആവശ്യമില്ല. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ആ പച്ചമണോട് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാ മസാലകളോടും നമുക്ക് ഇടാൻ പോകാം കേട്ടോ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് വയ്ക്കാം. അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് ഒഴിക്കുന്നത്. നമ്മൾ ഒരു 3/4 വേഗം ആകുമ്പോഴത്തെടുത്ത് നമ്മൾ കുഴിമന്തി കുയിലിറക്കണം. അപ്പോൾ ഇത് ഒഴിക്കാൻ പോകും കേട്ടോ. മൊത്തമായിട്ട് വേവെടുത്തിട്ട് അരി, അതെ, അരി ഒഴിക്കലും വെന്ത് ഫുള്ളായിട്ട് പോയത് ഒരു 3/4 വേഗം, 3/4 ആവരുത്, ഒരു മിനിമം വേഗം ആകുമ്പോൾ ബാക്കി ആ കുഴിമന്തി കുയിലിരുന്നാണ് വേവുക. അപ്പം ചെറിയ ഇങ്ങനത്തെ മാഗി ക്യൂബ് ആട്ടോ, അതൊരു 5 എണ്ണം ഇടണം. അപ്പം ഞങ്ങൾ മാഗി ക്യൂബുകൾ പൊട്ടിച്ച് ഇടാൻ പോകണം. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് പൊട്ടിച്ചിടുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ പറയുക, മാഗി ക്യൂബിന് ഉപ്പുണ്ട്. അപ്പം നമ്മൾ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. എന്ന് നോക്കുക. പിന്നെ എപ്പോഴും ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പിടി മുമ്പിൽ നിൽക്കണം ഉപ്പ്. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് അരി ഇടാം. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ പോകണം കേട്ടോ. ആവശ്യം ഉപ്പിടുക. നമ്മളിനി നദി മന്തി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മന്തി മസാല കുറച്ചിട്ട് കൊടുത്താൽ കേട്ടോ, ഒരുപാട് മന്തി മസാല ആവശ്യമില്ല, കുറച്ച് മന്തി മസാല 2. മന്തി മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, നല്ല പെട്ടെന്ന് വേഗണം അരി. അപ്പോൾ അവസാനമായിട്ട് അതിനകത്ത് ക്യാപ്സിക്കം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നല്ല തിളച്ച് കഴിയുമ്പോൾ അരി ഇടുക. ഒരു 3/4 തൊട്ട് താഴെയുള്ള വേവാകുമ്പോഴത്തേക്കും സാധനം എടുക്കുക, കുഴിയിലിറക്കുക. കുഴി കാണാൻ പോയാലോ? അതെ, കുഴിയിലിറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നോക്കണം അടിയിൽ വെള്ളം ഉണ്ടോന്ന്. അടിയിൽ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവണം, എന്നിട്ട് വേണം നമ്മൾ കുഴിയിലിറക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ചിക്കനൊക്കെ ഉണ്ടോ ചെറുതായിട്ട് കളറൊക്കെ പിടിച്ച് ഉപ്പിലൊക്കെ ഇട്ട് കളറൊക്കെ പിടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുക. മന്തി മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ ചെറിയൊരു എരിവും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അതിനകത്ത് കിട്ടും. അപ്പോൾ മന്തി മസാലയും കുരുമുളക് പൊടിയുടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മിക്സ് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ മേളിൽ വെറുതെ തേച്ച് പിടിക്കാം. കുറേ കണ്ടോ, കുറച്ച് വെച്ചാൽ മതി, ഒരുപാട് തേച്ച് ഉണ്ടാക്കണം, കുറച്ച് മാത്രം ഉള്ളിലാണ് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഇതായി കൊടുക്കാം. നമുക്ക് കുഴി കാണാൻ പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊരു കുഴിമന്തി കുഴി ഉണ്ടായിരുന്നു. ഓൾറെഡി തീ എത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചു തരാം. വാ, നമ്മളെ ചെടിയൊക്കെ കണ്ട വെള്ളം നനച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ കുഴിമന്തിന്റെ കുഴിയിൽ തീ ഇട്ടേക്കാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ കാണുന്നുണ്ടോ? ഓ, കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ കുഴി എങ്ങനെ കുഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ. വളരെ സിമ്പിളാണ്. നമുക്കൊരു 200 ലിറ്ററിൻ്റെയൊക്കെ ഡ്രമ്മ് കിട്ടുമല്ലോ, അതായത് നമ്മുടെ ഈ ഓയിലൊക്കെ വരുന്ന സ്റ്റീലിൻ്റെ ഡ്രമ്മ്, ഇരുമ്പ് ഡ്രമ്മ്. ആ ഡ്രമ്മ് ഹാഫായിട്ട് കട്ട് ചെയ്യുക, കൃത്യം ഹാഫായിട്ട്. എന്നിട്ട് അത് ഒരു കുഴി കുഴിക്കുക. അപ്പോൾ ഇതിനുള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആകെ ഇതിനൊരു എന്താ പറയുക, 1/2 മീറ്റർ താഴ്ചയുണ്ടാവുള്ളൂ. 1/2 മീറ്റർ താഴ്ചയിൽ കുഴി കുഴിക്കുക. ആ കുഴീൻ്റെ ഒപ്പം മണ്ണ് ഈ ഡ്രമ്മ് ഫുള്ളായിട്ട് താന്നിരിക്കാൻ പാകത്തിന് ഒരു കുഴി കുറച്ച് ഒരു 1/2 ഇഞ്ച് പൊന്തി നിന്നാൽ മതി. ബാക്കി മുഴുവൻ എന്താ പറയുക താഴെ പോകണം. എന്നിട്ട് അതിനുള്ളിലേക്ക് വിറകൊക്കെ ഇട്ട് കത്തിക്കുക. ഇപ്പം കണ്ടോ, വിറകിട്ട് കത്തിക്കുന്നുണ്ടോ? അപ്പോൾ ഈ എന്താ ഷീറ്റൊക്കെ നല്ല ചൂടായിട്ടിരിക്കും, ഉള്ളിൽ ഫുള്ള് കനലായിരിക്കും. അപ്പോൾ ഇനി ഇതിന് അടപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമല്ലോ. അടപ്പിന് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഷീറ്റ്, ഒരു തകര ഷീറ്റ് എടുത്തതിൻ്റെ മേളിൽ വെക്കുക. അതിൻ്റെ മേളിൽ ഇതേപോലെ ചെറിയൊരു ഫയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് കനലിട്ടുക. ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ചതിൻ്റെ മേളിലിട്ടാലും മതി. ഒരു 1.5-2 മണിക്കൂർ
വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മന്തി ഉണ്ടാക്കാൻ പറ്റും. മന്തിക്കുഴി വളരെ സിമ്പിളാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇത്രയും ചെറിയൊരു വട്ടം ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെരുവ് ഇറക്കി വെക്കാൻ പറ്റും. നമുക്കൊരു 10-20 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള കുഞ്ഞൊരു ചെരുവം ഇതിനകത്ത് ഇറക്കി വെക്കാൻ പാകത്തിനുള്ള സൈസിനകത്തുണ്ട്. വലുതൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ടൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മേളിൽ ചൂടിടണം, മേളിൽ ചൂടുണ്ടാവണം എങ്കിൽ മാത്രമേ, കാരണം ഇത് ചെറിയൊരു കുഴിയാണല്ലോ. അപ്പം ഇതിനകത്തെ കനൽ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്തിടണം. അപ്പോൾ ആ ഒരു അതിനകത്ത് എപ്പോഴും ചൂട് കിട്ടാൻ വേണ്ടി മേളിൽ കുറച്ച് തീ ഇടുക. അതിൻ്റെ കനൽ കൊണ്ട് താഴെയുള്ള ചിക്കനും റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യാം. ഇതിൻ്റെ കുഴി മാത്രം എങ്ങനെയാണ് കുഴി കുഴിച്ചത്, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ കുഴിയാണ്. ഇത് ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു കുഴിമന്തി ഉണ്ടാക്കി സക്സസ്. അനിയനൊക്കെ ഇവിടെ വന്നപ്പോ നമ്മൾ ഉണ്ടാക്കിയാണ്. അതെ അതെ, അനൂപൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കിയത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ കുഴിമന്തി ഉണ്ടാക്കിയ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇത് എത്രമാത്രം സക്സസ് ആണ്. നല്ല ആഴം വേണം, നല്ല ബ്രിക്സ് വേണം, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടായ നോളജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയാണ്. കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണിത്. ഒരു പോരായ്മ അതിനകത്ത് ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് കുഴിമന്തി റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക ഒരു 200 ലിറ്ററിൻ്റെ പഴയൊരു ഡ്രമ്മ് മേടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഡ്രമ്മ്. കണ്ടോ, ഈ ഡ്രമ്മ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഓയിലുകളൊക്കെ വരുന്ന 200 ലിറ്ററിൻ്റെ ഒക്കെ ഡ്രമ്മാണ്. അത് കറക്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ നമുക്ക് കിട്ടും. അതിങ്ങനെ കുഴിയിലേക്ക് ഇറക്കിയിടുക. ഇത് നമുക്ക് ഡാമേജ് ചെയ്താൽ പറ്റുമോ, പഴയ ഡാമേജ് ആയത് ഓട്ടയായ ഡ്രമ്മൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. നല്ല ഡ്രമ്മൊന്നും വേണ്ട, പഴയത് ഉപയോഗശൂന്യമായ ഡ്രമ്മ്. ഇതൊരു ഉപയോഗശൂന്യമായ ഡ്രമ്മായിരുന്നു. അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രമ്മ് നമുക്ക് എവിടെയും, നമുക്ക് നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഈ ഡ്രമ്മ് മേടിക്കുക, ഇതേപോലെ മണ്ണിൽ കുഴിച്ചിടുക, അതിൻ്റെ മേഖലയിൽ തകര ഷീറ്റ് വെക്കുക, മേളിൽ തീയിടുക. അത്ര പരിപാടി മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നല്ല കനലായിട്ട് ഇങ്ങനെ വിറകിട്ട് നല്ല കനലാക്കണം. ഫുൾ കനലാക്കുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരി ഇടാം. അരി ഉപയോഗിക്കേണ്ടത് ബസുമതി റൈസ് ആണ്. നല്ല നീളം കൂടിയിട്ടുള്ള ഗോൾഡൻ റൈസ് ഉപയോഗിക്കണം കേട്ടോ. സാധാരണ ബസുമതി റൈസ് അല്ല, ഇങ്ങനത്തെ വലിപ്പമുള്ള ഗോൾഡൻ റൈസ് ആണ്. കുഴിമന്തി റൈസ് എന്ന് പറഞ്ഞാൽ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറഞ്ഞാൽ മതി. ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസ് ഉപയോഗിക്കരുത്, സക്സസ് ആവില്ല. എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട റൈസ് ഗോൾഡൻ സേല എന്നൊക്കെ പറയുന്ന ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡ്, അങ്ങനത്തെ റൈസൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഗോൾഡ് റൈസ്, അതായത് നമ്മുടെ ഗോൾഡൻ കളറുള്ള റൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ റൈസാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം മേളിൽ ഇങ്ങനെ പൊന്തിക്കണം. അത് മാറുന്നത്, അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കുക, ഉപ്പ് കറക്റ്റാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി എല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്ന്. വെള്ളം നല്ല തിളച്ചേരുന്നില്ല, അടിപൊളി മന്തി, അടിപൊളി. മന്തിൻ്റെ പ്രത്യേകത, മന്തിന് നമ്മൾ വെള്ളം ഉണ്ടാക്കി കഴിയുമ്പോൾ മന്തിൻ്റെ മസാലകളെല്ലാം ഇട്ട് ആ വെള്ളം റെഡി ആയി കഴിയുമ്പോൾ ആ വെള്ളത്തിന് ടേസ്റ്റ് നോക്കിയാൽ മതി. ആ ടേസ്റ്റാണ് മന്തിക്ക് ഉണ്ടാവുക. അപ്പോൾ കണ്ട റൈസ് വെന്തു, ഇതിനുള്ളിൽ കണ്ട വെള്ളം പറ്റിയിട്ടില്ല, കാണുന്നുണ്ടോ? വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാവുമ്പോഴാണ് നമ്മൾ റൈസ് കുഴിയിറക്കേണ്ടത്. നമ്മൾ കുഴിയിറക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിയിറക്കാൻ പോകണ്ട കുഴിമന്തി. ലൈറ്റ് കുറവായിരിക്കും കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കുഴിയിൽ കണ്ടോ കനൽ ഫുൾ കനലായിട്ട് കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ കുഴിയിലുണ്ടാവേണ്ടത് കേട്ടോ. പുകയാനുള്ള അവസ്ഥ കൊടുക്കരുത്. അടച്ച് കഴിയുമ്പോൾ നമ്മളിതാ ഇറക്കി വെക്കാൻ പോകണം. ഉണ്ടോ, ചിക്കൻ അവിടെ ഇറക്കി വെച്ച് അപ്പം തന്നെ അവിടെ തിള തുടങ്ങി. ഇനി നമ്മൾ ചിക്കൻ കൊണ്ടുവെക്കാൻ പോകണം. ഒരു ഗ്രില്ല് ഇതാണ്, ഇതുപോലെ ഒരു ഗ്രില്ല് വേണം ചെറിയത്, അതിൻ്റെ മുകളിൽ വെക്കുക. ഇതേ വെച്ചു. ഇനി നമ്മുടെ ഓരോ കോഴിയെ എന്താ ഇങ്ങനെ എടുക്കുക, ഇതിൻ്റെ മുകളിൽ വെക്കുക, അടുത്തെടുക്കുക, ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കുക. അപ്പോൾ മണ്ണാവാതിരിക്കാൻ വേണമെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഒരു മേളിൽ ചൂട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അലുമിനിയം ഷീറ്റ്, അതായത് ഞങ്ങൾ ഒരു പ്രൂഫ് ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടിരുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ് വെക്കുക.
ഇതിന് വേണ്ടി നമുക്ക് ചാർക്കോളോ അല്ലെങ്കിൽ കുറച്ച് വിറകിട്ട് കത്തിച്ചാലും കുഴപ്പമില്ല. മുകളിൽ താഴേക്ക് ചൂട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് പ്രോപ്പർ ഒരു പാക്കേജ് ഇല്ലാത്തതുകൊണ്ട്, അതായത് ഇതിനകത്ത് എയർ പുറത്തേക്ക് പോകും, ദമ്മായിട്ട് നിൽക്കില്ല. കാരണം ശരിക്കും കുഴിമന്തി കുഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തുള്ളി പോലും എയർ പുറത്തേക്ക് പോകില്ല. അപ്പോൾ ആ ചൂട് എപ്പോഴും തന്നെ നിൽക്കും. പക്ഷെ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഷീറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂട് പുറത്തേക്ക് പോകും. അങ്ങനെ ഏകദേശം ഒരു 50 മിനിറ്റ്, ഒരു മണിക്കൂർ 50 മിനിറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുഴിമന്തി വയ്ക്കാം. എന്നിട്ട് ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കുഴിമന്തീൻ്റെ ഇത് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ കനലും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് ആ ഷീറ്റും അതേപോലെ തന്നെ നമ്മൾ സൈഡിലൊക്കെ മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഷീറ്റോടൊക്കെ നമ്മളതെടുത്ത് മാറ്റുകയാണ്. ഷീറ്റിന് വലിയ ചൂടൊന്നുമില്ല, ആ കനൽ നിൽക്കുന്നിടത്ത് മാത്രമേ ചൂടുള്ളൂ, ബാക്കി ഭാഗത്ത് ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ കുഴിമന്തീൻ്റെ കവർ തുറക്കുകയാണ്, നമ്മൾ തുറന്ന് നോക്കുകയാണ് റെഡി ആയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കുഴിമന്തി എടുക്കാൻ പോകട്ടോ. തുണിയാണോ? അടിപൊളിയായിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കുഴിമന്തിന് ചിക്കൻ കണ്ടോ, ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ മന്തി റൈസ് റെഡി. അപ്പോൾ നമ്മൾ നമ്മുടെ കുഴിമന്തി ഒന്ന് ഇളക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ ചിക്കനെ കട്ട് ചെയ്യാൻ പോണ്. അപ്പം നമ്മൾ ജ്യൂസ്, അതുപോലെ പുതിന ചട്നി, ടൊമാറ്റോ ചട്നി, മയണൈസ്, ഇത് മിൻറ്റ് ലൈമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി കുഴിമന്തിയും ഒക്കെ കൂട്ടി. അപ്പം നമ്മളെ ഇന്നത്തെ കുഴിമന്തി ഉണ്ടോ, ചട്ടിയിലാണ് ചിക്കൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്മുടെ കുഴിമന്തി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ഒരു 200 ലിറ്ററിൻ്റെ ഒരു ഡ്രം മേടിക്കുക, കട്ട് ചെയ്യുക, അത് കുഴിയിലിറക്കുക. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന സെയിം കുഴിമന്തി ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കുഴിമന്തി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു പാർട്ടി, ഒരു കുഞ്ഞു കുഴിമന്തി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുഴിമന്തി നമ്മുടെ ഹോട്ടലിൽ ഉണ്ടാകുന്ന സെയിം ടേസ്റ്റ് ആയിരുന്നില്ലേ? അതെ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളാണ്, നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുഴി കുത്താനോ അല്ലെങ്കിൽ കട്ട കൊണ്ട് കെട്ടാനോ ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല, ഒരു ഡ്രം മാത്രം മതി. അപ്പൊ എല്ലാവരും കുഴി കുഴിക്കണം, മറ്റേ കട്ട കൊണ്ട് കെട്ടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.